പെരുന്നാളായതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിലൊരു മൈലാഞ്ചിയൊക്കെ ഇട്ട് ഇന്ന് നൈറ്റ് ഫുഡൊക്കെ കുക്ക് ചെയ്ത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് പോവുക. അവിടെ ഒരു 7-7:30 ആകുമ്പോൾ എത്രയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം 8 മണിയായി. കുളിച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ലേറ്റായി. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാലോ ഗേൾസ് കുളിക്കാൻ കയറി കഴിഞ്ഞാൽ എന്തായാലും ഒരു കുറച്ച് 3/4 മണിക്കൂർ 1 മണിക്കൂർ അടുപ്പിച്ച് എടുക്കുമല്ലോ. അങ്ങനെ എനിവേ അപ്പം അങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് വഴിയെ നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ ഇത് അങ്ങ് ഇടാൻ പോവാണ്. വീടുവോ നോക്കാം. വീടുവോ? ഓ, നമ്മളൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ തൊപ്പി വേണോ? സോറി, എന്നോട് സ്മോൾ ബോക്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ സ്മോൾ ബോക്സ് ആക്കണ്ടേ? കുറച്ച് നേരം അങ്ങനെ കിച്ചണിലെ പാട്ടൊക്കെ കേട്ട് കറങ്ങിത്തിരി നിന്നിട്ട് ഞങ്ങൾ പതിയെ മൈലാഞ്ചി ഇടാനായിട്ട് പോയി. Ready guys? Yes. അങ്ങനെ ഗണപതിക്ക് തുടക്കം എന്ന് പറഞ്ഞാൽ അതെ, ജരയിൽ നിന്ന് ഒരു ചിഹ്നം കൂടി വെച്ചെടുത്തു. പറയൂ, ഈ പെരുന്നാളിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിനക്ക് എന്താ പറയണ്ടേ? എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ മാക്സിമം അടിപൊളിയാക്കും. ഇൻഷാ അല്ലാഹ്. എന്താണ് വെൽക്കം ബാക്ക് ടു സരിയാസ് യൂട്യൂബ് ചാനൽ. സരിയ ഇവിടെ മൈലാഞ്ചി ഇട്ടോണ്ടിരിക്കുകയാണ്. പീസ് കാണിക്കാൻ വയ്യ, കൈ ചുരുണ്ടിട്ട് ഇങ്ങനെ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ നമ്മുടെ ലാസ്റ്റത്തെ പെരുന്നാളാണ്. അങ്ങനത്തെ ലാസ്റ്റത്തെ പെരുന്നാളല്ല, നമ്മള് അബ്രോഡ് ആണല്ലോ. ഇപ്പൊ നാട്ടിലായിരിക്കും പെരുന്നാള്. അടുത്ത കൊല്ലം ഇനിയിപ്പൊ FMG പാസ്സായിട്ടോ ഫെയിലായിട്ടോ, പാസ്സായ സന്തോഷത്തിന്റെ പെരുന്നാളായിരിക്കും. ആ നേരം അപ്പത്തിനൊക്കെ മറന്നുണ്ടാവും, ട്രോമൊക്കെ പോയിണ്ടാവും ചിലപ്പോ. പോവട്ടെ, സത്യം അതിനാലോചിച്ചിരിക്കാൻ പാടില്ല ഗൈസ്. എന്താ പറയാനുള്ളത് പെരുന്നാളിന്റെ തലേന്നത്തെ കുറിച്ച്? ആരാ മന്തി ഉണ്ടാക്കുന്നേ? ആരാ പായസം ഉണ്ടാക്കുന്നേ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യാ. പ്ലേലിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഇതിൽ തിന്നാൻ തരുമോ? ഐസ് ഇവരോട് കട്ട് എത്തുന്നുണ്ട് ഗൈസ്. തലേന്നത്തെ കുറിച്ച് പറയാനുള്ളത് പെരുന്നാളിന്റെ തലേ ദിവസം നല്ല സ്മെല്ലുണ്ട്. ഗൈസ്, ഇവിടെ മന്തിന്റെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പായസവും ബിഗ് ഡിസൈനിൽ താമര കൊണ്ടുവരാൻ നോക്കുന്ന സരിയ. ഒന്നും തന്നില്ല അവിടെ പോയപ്പോ. മെഹന്തി ഡിസൈൻ സരിയ സന്ധ്യപ്രസാദാണ് ഇട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ മെഹന്തി ഡിസൈൻസിന് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. എന്താ എല്ലാ വർഷവും ഉള്ള സാധനമൊക്കെ തന്നെ പെരുന്നാളൊക്കെ, പക്ഷേ എന്തോ അല്ലെ പറഞ്ഞ കണക്ക് എബ്രോഡ് സ്റ്റഡീസ് കഴിയല്ലേ. ഇത് കഴിഞ്ഞ് എല്ലാവരും പല പല വഴിക്ക് പോകുന്നതുകൊണ്ടായിരിക്കും എന്തോ ഒരു ചെറിയ മിസ്സിങ് ഒക്കെ തോന്നുന്ന പോലെ
ഇനി എന്നാ എല്ലാവരുടെയും കൂടി ഇങ്ങനെ ഒരു പെരുന്നാളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ അറിയില്ലല്ലോ. That's it. പക്ഷെ കൊള്ളാം, മൈലാഞ്ചിയൊക്കെ ഇട്ട് സെറ്റ് ആവുന്നുണ്ട്. എല്ലാം ശരിയാക്കാം. ഈദ് മുബാറക്. ബൈ. എന്താണ് നാളത്തെ ഇതിനെ പറ്റി പറയാനുള്ളത്? നാളത്തെ ഇതിനെ പറ്റി എന്താണല്ലോ പറയാനുള്ളത്? നാളത്തെ നല്ല ഇതാണ്. ഇനിയിപ്പം സാൻഡ്രയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് ഷെറിൻ്റെ ഒരു കയ്യിലിട്ട് ഇനി അടുത്ത കയ്യിലിടണം. എൻ്റെ കയ്യിൽ ഇട്ടിട്ടില്ല. ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് ഡിസൈൻ, കുഞ്ഞെന്ന് വെച്ചാൽ അത്ര കുഞ്ഞല്ല എന്നാലും കുഞ്ഞൊരു ഡിസൈൻ ഇടും. പിന്നെന്താ ഷാലക്കിടണം, അതും കൂടെ ഉള്ളൂ. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് മന്തി ആട്ടോ ഇന്ന് ആക്കുന്നത്. അപ്പം മന്തിയും കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകും. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പെരുന്നാളിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. മൈലാഞ്ചി നാളെ ചോക്കോന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ എന്തായാലും ഇന്ന് അങ്ങ് ഇട്ടു. ഡ്രസ്സ് എടുക്കാൻ പോയതായിരുന്നു കോമഡി. ഞാനും സാന്ദ്രയും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ബോയ്സ് അവന്മാർക്കെല്ലാം എടുക്കണമായിരുന്നു. ഇത് വല്ല വാങ്ങിക്കോടാ നീ? വാനില. അങ്ങനെ അതിനൊക്കെ പോയി. അങ്ങനെ ഐസ്ക്രീം കുടിച്ചിട്ടാണ് ചെറുതായിട്ട് ഇന്ന് രാവിലെ ഒരു ചുമയൊക്കെ വന്നത്. കുഴപ്പമില്ല, ഫ്ലാസ്കിൽ വെള്ളമൊക്കെ ആക്കി. അയ്യോ, ഫ്ലാസ്കിൽ വെള്ളമാക്കി ഇത് കുടിച്ചില്ല ഗൈസ്. കോഫി മാത്രമേ കുടിച്ചുള്ളൂ, ചൂടുവെള്ളം കുടിച്ചില്ല. കുഴപ്പമില്ല, ഇപ്പം ചുമയില്ല. ചുമക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ പഞ്ചസാര ഇട്ട് കോട്ടൺ വെച്ച് ചെറുതായിട്ട് ഉണങ്ങിയ മൈലാഞ്ചിയുടെ മുകളിലും സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് തനിയെ ഡ്രൈ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഇളക്കി മാറ്റിയിട്ട് വെള്ളം തൊടത്തില്ല. വെള്ളം തൊടാൻ നമുക്ക് ഫ്രൈ പാനിൽ കുറച്ച് ഗ്രാമ്പൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു ആവി വരുമ്പം അതൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചുമക്കും. ഇത്രയും വർഷം ഹിഡൻ സ്റ്റാർ സാൻഡ്ര. കുറെ ചിക്കനൊക്കെ പൊടിച്ച് കൊണ്ടോട്ടെ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ചെയ്യാനുണ്ടായിരുന്നു മൈലാഞ്ചി ബാക്കി. അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് പതിയെ ഇറങ്ങി. ടാക്സിയൊക്കെ ബുക്കാക്കി വീട്ടിലെത്തി കിടന്നിറങ്ങി. അടുത്ത ദിവസം എന്തായാലും നേരത്തെ എണീക്കാനുള്ളതല്ലേ.